പലരുടെയും ജീവിതത്തിൽ ശാപലക്ഷണങ്ങളുണ്ട്. അപ്പൊ ആ ശാപലക്ഷണങ്ങളെ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഒരു മേഖലയിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടാനുണ്ട്. സൗഖ്യത്തിന് വേണ്ടത് യേശു ചെയ്ത് കഴിഞ്ഞു, പക്ഷെ എന്റെ ദേഹത്ത് രോഗമുണ്ട്. ആ സൗഖ്യത്തിന്റെ പ്രവൃത്തി എന്റെ ശരീരത്തിൽ വെളിപ്പെട്ടെങ്കിലേ ഈ രോഗം മാറും. നിങ്ങൾക്ക് രോഗമുണ്ട്, ശരിയാ, പക്ഷെ അടിപ്പെടാനുള്ള സൗഖ്യം ആ രോഗത്തിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ രോഗിയാണോ സൗഖ്യമുള്ള ആളാണോ? ശരിയാ, ശാപലക്ഷണം ഉണ്ട്, പക്ഷെ എന്റെ ബൈബിൾ പറയുകയാണ് അബ്രഹാമിന്റെ അനുഗ്രഹത്താൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്താ അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? വിശ്വാസത്താലുള്ള നീതിയാണ് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഉദ്ദേശിച്ച അബ്രഹാമിന്റെ അനുഗ്രഹം. എങ്കിലും ബാക്കിയുള്ളതും നമുക്ക് ഏറ്റെടുക്കാൻ തടസ്സമില്ല. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിലും അബ്രഹാമിനോട് പറഞ്ഞൊരു അനുഗ്രഹത്തിന്റെ പദമാണ്, നിന്നെ അനുഗ്രഹിച്ചാൽ അവനെ ഞാൻ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ക്രിസ്തു കാൽവറയിൽ രോഗത്തെ വഹിച്ചു എന്ന് വെളിപ്പെട്ടാൽ പിന്നെ രോഗം അവിടെ വെളിപ്പെടത്തില്ല. യേശു എന്റെ ശാപം വഹിച്ചു എന്ന് വെളിപ്പെട്ടാൽ, യേശു വഹിക്കാഞ്ഞത് കൊണ്ടല്ല, വഹിച്ചത് വെളിപ്പെടാത്തത് കൊണ്ടാണ് എനിക്ക് അതിന്റെ വിജയത്തിൽ നടക്കാൻ പറ്റാത്തത്. എന്റെ വെളിപ്പാടിന്റെ കുഴപ്പമാണ്, കർത്താവിന്റെ പ്രവൃത്തിയുടെ കുഴപ്പമല്ല.